സമയം പുലർച്ചെ 3 മണി. കുടുംബസമേതം ഒരു യാത്ര പോവുകയാണ്. തമിഴ്നാട് പട്ടണങ്ങളിലെ മലയോര പട്ടണമായ നീലഗിരി ജില്ലയിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ ഊട്ടിയിലേക്കാണ് ഞങ്ങളുടെ യാത്ര. കുടുംബത്തോടൊപ്പം ട്രാവലറിലാണ് യാത്ര ചെയ്യുന്നത്. പ്രഭാത ഭക്ഷണമടക്കമുള്ള അത്യാവശ്യം വേണ്ടതെല്ലാം കരുതിയിട്ടുണ്ട്. പ്രധാന നഗരങ്ങളായ കോട്ടക്കലും മലപ്പുറവും മഞ്ചേരിയും പിന്നിട്ട് യാത്ര മുന്നോട്ട് നീങ്ങി. ഇടയ്ക്കിടെ എടക്കര ചന്തയിലേക്ക് കന്നുകാലികളെ വിൽപ്പനക്ക് കൊണ്ടുപോകുന്നതും കണ്ടു. തേക്ക് മരങ്ങളുടെ പർദേശിയായ നിലമ്പൂരും കടന്ന് ഞങ്ങൾ വഴിക്കടവിലെത്തി. പ്രഭാത നിസ്കാരവും കഴിഞ്ഞ് ചുരം കയറാൻ തുടങ്ങി. അപ്പോഴേക്കും ഉദയസൂര്യൻ പ്രഭ പരത്താൻ തുടങ്ങിയിരുന്നു. കേരളത്തെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയാണ് നാടുകാണിച്ചുരം പാത. ബ്രിട്ടീഷുകാരനായ വില്യം ക്യാമ്പെയിൻ ഒരു ആദിവാസിയുടെയും തൻ്റെ വളർത്തുനായയുടെയും സഹായത്തോടെയാണ് ഈ പാത കണ്ടുപിടിച്ചതെന്ന് പറയപ്പെടുന്നു. ചുരത്തിലൂടെ സഞ്ചാരികളുടെ വാഹനങ്ങൾ നിരയായി പോകുന്നുണ്ട്. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ഇടതൂർന്ന കാടുകൾക്കിടയിലുള്ള പാതക്കരികിൽ അന്തിമശ്രമം കൊള്ളുന്ന മഹാനായ ശൈഖ് മുഹമ്മദ് സോലിഹ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ മഖ്ബറക്കരികിലെത്തി. വണ്ടി നിർത്തി ഞങ്ങൾ സിയാറത്ത് ചെയ്തു. വീണ്ടും യാത്ര തുടർന്നു. ഘോരവനത്തിലൂടെയുള്ള ചുരം കയറിയുള്ള യാത്ര അതിമനോഹരമായ അനുഭവമായിരുന്നു. ഇടയ്ക്ക് റോഡരികിൽ വണ്ടി നിർത്തി വീട്ടിൽ നിന്നും കരുതിയ പ്രഭാത ഭക്ഷണം കഴിച്ചു. അല്പം വിശ്രമത്തിനു ശേഷം വീണ്ടും യാത്ര ആരംഭിച്ചു. വളഞ്ഞും പൊളഞ്ഞുമുള്ള പാതയിലൂടെയുള്ള യാത്ര പൈൻമരങ്ങൾ തിങ്ങി നിറഞ്ഞുള്ള പ്രദേശത്തെത്തി. വണ്ടിയിൽ നിന്ന് എല്ലാവരും ഇറങ്ങി. മനോഹരമായ സ്ഥലം, എങ്ങും നിശബ്ദത. അപൂർവം പക്ഷികളുടെ ശബ്ദങ്ങൾ. ചെറിയ രൂപത്തിൽ തണുപ്പ് ശരീരത്തെ തലോടുന്നു. ഫോട്ടോ എടുക്കലും മറ്റും കഴിഞ്ഞ് ഞങ്ങൾ അടുത്തുള്ള നീഡിൽ റോക്ക് വ്യൂ പോയിന്റിലേക്ക്. അല്പം ദൂരം നടക്കാനുണ്ടെങ്കിലും അവിടുത്തെ ഭംഗി കണ്ടാസ്വദിക്കാൻ എല്ലാവരും ആവേശത്തോടെ നടന്നു. അവിടെ മലമുകളിൽ നിന്നുള്ള കാഴ്ചകൾ പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്ന മനോഹര കാഴ്ചകളായിരുന്നു. അപ്പോഴേക്കും താഴെ കുന്നിൻ ചെരുവിലൂടെ വാഹനങ്ങളുടെ നീണ്ട ഒഴുക്ക് കാണാമായിരുന്നു. പച്ചപ്പ് നിറഞ്ഞ തേയിലത്തോട്ടങ്ങളും തട്ടുകളായി കിടക്കുന്ന മലഞ്ചെരുവുകളും ഇടതൂർന്ന മരങ്ങളും കൃഷിത്തോട്ടങ്ങളും കണ്ട് ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു.
പൈൻമരങ്ങൾ നിറഞ്ഞ കാട്ടിലേക്കാണ് അടുത്ത യാത്ര. പ്രവേശന ഫീസ് നൽകി അകത്ത് കടന്നു. വളരെ മനോഹരം, നിറയെ സഞ്ചാരികൾ, എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാൻ നേരമില്ല. എല്ലാവർക്കും സെൽഫിയിലാണ് ശ്രദ്ധയുള്ളത്. ഇടതൂർന്ന മരങ്ങൾക്ക് താഴെ മനോഹരമായ തടാകം. നീലാകാശം കണക്കെ അത് പരന്നു കിടക്കുന്നു. സഞ്ചാരികൾ കൊടുക്കുന്ന ഭക്ഷണങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന വാനരന്മാർ, കുതിര സവാരികൾ. തണുപ്പ് നല്ല നിലയിൽ അനുഭവപ്പെട്ടു തുടങ്ങി. കാഴ്ചകൾ കണ്ട് ഞങ്ങൾ ഉച്ചയായപ്പോഴേക്കും ഊട്ടിയിലെത്തി. നിസ്കാരവും ഉച്ചഭക്ഷണവുമെല്ലാം കഴിഞ്ഞ് പട്ടണത്തിലൂടെയുള്ള യാത്ര തുടരുകയാണ്. വീണ്ടും കുന്നു കയറുകയാണ്. ലക്ഷ്യം ഗവി മഖാമിലേക്കാണ്. ഇവിടെയാണ് ഹസ്രത്ത് സെയ്ദ് ഹസൻ ഷാ ഖാദിരി അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇസ്ലാം മത പ്രബോധനത്തിന് അറേബ്യയിൽ നിന്ന് വന്ന മഹാനാണ് ഹസൻ ഖാദിരി. മഖാമിനോട് ചേർന്നൊരു ഗുഹയുണ്ട്. ഒരു കടുവയുടെ കഥ ഈ ഗുഹയോട് ചേർന്ന് പഴമൊഴിയായി പറഞ്ഞു കേൾക്കാറുണ്ട്. ചെറിയൊരു വാതിലിലൂടെ നുഴഞ്ഞു വേണം ഗുഹയിലേക്ക് കടക്കാൻ. സിയാറത്ത് കഴിഞ്ഞ് ഞങ്ങൾ യാത്ര തിരിച്ചു. അപ്പോഴേക്കും ഊട്ടിയുടെ തണുത്ത കാറ്റ് ആഞ്ഞു വീശുന്നുണ്ടായിരുന്നു. മലയുടെ താഴ്വാരങ്ങളിൽ അടുക്കുകളായി കൊച്ചു കൊച്ചു വീടുകൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അടുത്തതായി തേയില ഫാക്ടറിയിലേക്കും ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കുമായിരുന്നു പോയത്. തേയില ചായപ്പൊടിയാക്കുന്നത് നേരിൽ കാണാൻ സാധിച്ചില്ലെങ്കിലും നിർമ്മാണ യന്ത്രങ്ങളും മറ്റും കണ്ടു. നല്ല ഒന്നാന്തരം ചായയും കിട്ടി. ചോക്ലേറ്റ് കമ്പനിയിലും നിർമ്മാണവും മറ്റും കണ്ട് കിട്ടിയ ചോക്ലേറ്റും കഴിച്ച് മലയിറങ്ങി. സമയം 4:30. ഞങ്ങൾ 55 ഏക്കറിൽ പരന്നു കിടക്കുന്ന ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക്. വഴിയോരങ്ങളിൽ തെരുവ് കച്ചവടക്കാരുടെ നീണ്ട നിര. പ്രവേശന ഫീസ് നൽകി എല്ലാവരും അകത്ത് കയറി. നിറയെ സഞ്ചാരികൾ. ചെറുപ്പത്തിലേക്ക് കെട്ടിയിരുന്ന ഊട്ടിയുടെ പൂന്തോപ്പ് നേരിൽ കാണുകയാണ്. പുല്ലുകളും ചെടികളുമെല്ലാം വളരെ ശ്രദ്ധയോടെ പരിപാലിക്കുന്നു. പലതരം മരങ്ങൾ, പലതരം കാഴ്ചകൾ. നടന്നാലും തീരാത്ത, കണ്ടാലും മതിവരാത്ത ഉദ്യാനം. മനസ്സിനെ ത്രസിപ്പിക്കുന്ന പൂക്കളുടെ ശേഖരം. അങ്ങനെ വർണ്ണിക്കാൻ വാക്കുകളില്ലാതെ അത്രയ്ക്കും മനോഹരമായിരുന്നു ബൊട്ടാണിക്കൽ ഗാർഡൻ. സമയം 2 മണിക്കൂർ കഴിഞ്ഞതറിഞ്ഞില്ല. തണുപ്പ് ശരീരത്തെ വല്ലാതെ ശല്യപ്പെടുത്തുന്നുണ്ടോ എന്നൊരു സംശയം.
ഊട്ടിയുടെ എല്ലാ മനോഹര കാഴ്ചകളും കണ്ട് തിരിച്ചു പോന്നപ്പോൾ സമയം 7 മണി. അപ്പോഴേക്കും മിക്കപേരും ക്ഷീണിതരായിരുന്നു. നിരവധി ഓർമ്മകൾ നീക്കിവെച്ച യാത്ര നാട്ടിലെത്തിയപ്പോൾ സമയം 2 മണി.